ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേദര വീട്ടുകാരെ സ്വീകരിക്കാൻ കേട്ടോ നന്ദിനിയും ശ്രീജിയും കമലാമ്മയൊക്കെ കൂടിയിട്ട് അങ്ങനെ അവരകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ അവരവിടെ എത്തുമ്പോൾ മാഷ് വരികയാണ് കേട്ടോ. അപ്പം മാഷ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എത്തിയോ, ശങ്കരനാരായണൻ ജഡ്ജി വന്നില്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അവരെ മുഖമൊക്കെ ഒന്ന് മങ്ങാണ് കേട്ടോ. അപ്പോൾ അവർ പറയുന്നുണ്ട്, അതെ ഒരുങ്ങി ഇറങ്ങിയതാണ്, പക്ഷെ പെട്ടെന്ന് കേസിൻ്റെ ഒരു കാര്യം വന്നപ്പോൾ പോകേണ്ടി വന്നു എന്ന് പറയാൻ കേട്ടോ. അപ്പം മാഷിക്ക് അത് സംശയമായിട്ടോ. അപ്പം മാഷ് പറയുന്നുണ്ട്, സാധാരണ പേഷ്യൻ്റ് അത്യാസന്ന നിലയിൽ കിടക്കുന്ന സമയത്ത് ഡോക്ടർമാർക്ക് അങ്ങനെ പോകേണ്ടി വരും, പക്ഷേ ജില്ലാ ജഡ്ജിന് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ, എല്ലാ പ്രോഗ്രാമും തലേ ദിവസം തന്നെ തീരുമാനിക്കപ്പെടുന്നതല്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ അവരൊന്നും മിണ്ടാതെ തല കുമ്പിട്ട് നിൽക്കുകയാണ്. അപ്പോഴേക്കും അച്ഛമ്മ വന്നിട്ട്, നിങ്ങൾ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത്, വായോ അകത്തേക്ക് വായോ, മോളെ കാണാമെന്ന് പറയാം കേട്ടോ. മാഷാണെന്നുണ്ടെങ്കിൽ ആകെ ടെൻഷനായിട്ടോ. ഈ വിവാഹത്തിന് വേദര അച്ഛന് സമ്മതമല്ല എന്ന് തന്നെ മാഷ് വിചാരിക്കുകയാണ്. അപ്പോഴേക്കും അച്ഛമ്മ വരികയാണ് കേട്ടോ. മോനെ സുധാകര, നീ എന്തെങ്ങനെ നിൽക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അന്നേരം മാഷ് പറയുന്നുണ്ട്, ഇതുവരെ ഞാൻ നടന്ന സംഭവങ്ങളൊക്കെ ഞാൻ വിചാരിച്ച പോലെ തന്നെയായി. അതാണ് ഞാൻ ആലോചിക്കുന്നത്. നീ എന്താ വിചാരിച്ചത്? വേദര വീട്ടുകാർക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ല എന്നുള്ള കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞത്. വേദര അച്ഛൻ വന്നിട്ടില്ല, കണ്ടില്ലേ, അമ്മ ശ്രദ്ധിച്ചില്ല അത് എന്ന് ചോദിക്കാൻ കേട്ടോ. അയാൾ വന്നില്ലെങ്കിൽ വേണ്ട, അവളുടെ മുത്തശ്ശിയും അമ്മയും അനിയത്തിയും ഒക്കെ വന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് എന്താ കാര്യം, അവർക്കൊക്കെ ഇത് മുമ്പേ തന്നെ താല്പര്യമുള്ളതായിരുന്നു. പക്ഷേ അദ്ദേഹം വന്നിട്ടില്ലെങ്കിൽ ഈ വിവാഹത്തിന് അവർക്ക് സമ്മതമല്ല എന്നല്ലേ പറയാം. അവരിപ്പോഴും കൊമ്പത്തെ ആൾക്കാർ തന്നെയാണമ്മേ, അവർ വലിയ മുകളിലുള്ള ആൾക്കാരാണ്. സുധാകര മാഷ വീട്ടിൽ നിന്ന് ഒരു ബന്ധം സ്ഥാപിക്കാൻ അവർക്ക് ഒരിക്കലും താല്പര്യം ഉണ്ടാവില്ല എന്നൊക്കെ പറയുകയാണേ. അപ്പോൾ അച്ഛമ്മ പറയുന്നു, അവർ മുകളിലാണെന്നുണ്ടെങ്കിൽ അവിടെ ഇരിക്കട്ടെടാ, അവരവിടെ ഇരുന്നോട്ടെ, നമ്മളെന്തിനാണ് അത് ആലോചിക്കുന്നത്? ഒരു താലി കെട്ടിയതിൻ്റെ പേരിൽ നമ്മുടെ വീട്ടിൽ വന്ന് ജീവിച്ചവളല്ലേ വേദ. ഇനിയിപ്പോൾ താലി കെട്ട് കഴിഞ്ഞാൽ വേദമോള് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവും, അതുമാത്രം നമുക്ക് ചിന്തിച്ചാൽ പോരെ എന്ന് ചോദിച്ചിട്ട് അച്ഛമ്മ അവിടെ നിന്ന് പോകുകയാണ് കേട്ടോ. എങ്കിലും മാഷിക്കൊരു അസ്വസ്ഥത ഉണ്ടായി. പിന്നീട് മുത്തശ്ശീനെയും അമ്മേനെയൊക്കെ കൊണ്ട് കമലാമ്മ വരികയാണ് കേട്ടോ. മോളെ കാണാൻ പോകാമെന്ന് പറയും. നന്ദിനിയാണെന്നുണ്ടെങ്കിൽ ദീപ്തിനെ വിളിച്ചൊരു സ്ഥലത്ത് ചെന്നിരിക്കുകയാണ്. എന്നിട്ട് എനിക്കിതൊക്കെ ഒരു അത്ഭുതമായിട്ടാണ് തോന്നുന്നത്, ദീപ്തിക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കണം. എന്തത്ഭുതം? അല്ല, ഇങ്ങനെ ഒരു കല്യാണം, ആദ്യം താലി കെട്ടുക, പിന്നെ മാലിടുക, പിന്നെ വീണ്ടും ഒരു വിവാഹം, ഇതൊക്കെ എന്താണാവോ എന്ന് പറയട്ടോ. അപ്പോൾ ദീപ്തി പറയണ, ചേച്ചി പണ്ടേ ഒരു പ്രത്യേക സ്വഭാവമാണ്. വാശിയാണോ? ഈ വാശിയൊന്നുമല്ല, ചേച്ചിക്ക് ചേച്ചിയുടേതായ വിശ്വാസങ്ങളോ അതുപോലെ തന്നെ അഭിപ്രായങ്ങളോ തീരുമാനങ്ങളോ ഒക്കെ ഉണ്ട്. അത് വിട്ട് ചേച്ചി പെരുമാറിയില്ല. അച്ഛനോട് പോലും കോടതിയിൽ വാദിക്കുന്നത് പോലെ വാദിക്കാറുണ്ട് എന്ന് പറയട്ടെ. അപ്പോൾ നന്ദിനി മനസ്സിലാലോചിക്കുകയാണ്, അപ്പം തന്നെ മോന്തയ്ക്കൊരു അടി കൊടുത്തത് ശരിയാക്കാത്തത് കൊണ്ടാണ് അവൾ ഇങ്ങനെ ആയത് എന്ന് ആലോചിക്കുകയാണ് കേട്ടോ. എന്നിട്ട് നന്ദിനി പറയുന്നുണ്ട്, എന്തായാലും ഇതൊക്കെ എന്താവോ എന്തോ എന്ന് പറയട്ടെ. അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞത്? അല്ല, ഈ വിവാഹം നടക്കുമോ ഇല്ല എന്നുള്ളത് കണ്ടറിയാം. വിക്രത്തിനെ ഇപ്പോഴും അവളെ താല്പര്യമൊന്നുമില്ല, വിചാരിക്കുന്നത് പോലെ ഒന്നും അല്ല കാര്യങ്ങൾ എന്ന് പറയട്ടോ. അപ്പോൾ ഈ വിവാഹം നടക്കൂലേ? ആർക്കറിയാം, കണ്ടുതന്നെ അറിയേണ്ടി വരും നടക്കുമോ ഇല്ല എന്നുള്ള കാര്യം. എന്തായാലും നടക്കാൻ പോകല്ലേ, എനിക്ക് ഇക്കാര്യത്തിൽ വലിയ പ്രതീക്ഷ ഒന്നുമില്ല എന്ന് പറയുകയാണെ. അപ്പോൾ ദീപ്തിക്ക് ആകെ വിഷമാവും കേട്ടോ. ഇപ്പോൾ വിവാഹം നടക്കൂലേ, ഞാനൊരു ചായ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നന്ദിനി അവിടെ നിന്ന് പോവുകയാണ്. നടന്നാൽ കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദിനി അവിടെ നിന്ന് എണ്ണിട്ട് പോകും. ദീപ്തി ആകെ വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ വിവാഹം നടക്കൂലേ, ശ്രീകാന്തേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ആയിരിക്കുമോ കാര്യങ്ങൾ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വേദ ഒരുങ്ങാണ് കേട്ടോ. നല്ല സുന്ദരിയായിട്ട് മണവാട്ടിയായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. അപ്പോഴേക്കും അച്ഛമ്മ അവിടേക്ക് വരികയാണ്. അപ്പോൾ ബ്യൂട്ടീഷ്യനോട് പറയുന്നുണ്ട്, ഇനി മതി, ഇനി ഒരിക്കൽ എൻ്റെ മോളെ കൊളാക്കണ്ട, എന്തായാലും ഒരുങ്ങിയാലും എൻ്റെ മോള് സുന്ദരി തന്നെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴേക്കും ആരാ വന്നിരിക്കുന്നത് മോള് നോക്കിയേ എന്ന് പറയുകയാണ്. അങ്ങനെ വേദം എഴുന്നേറ്റ് നോക്കുമ്പോൾ മുത്തശ്ശിയും അമ്മയൊക്കെ വന്നിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവർ സംസാരിക്കുകയാണ് കേട്ടോ. ഇവർ കുറച്ച് നേരമായി വന്നിട്ട് ഞാൻ കാപ്പി കൊടുക്കുമായിരുന്നു, എന്തായാലും നിങ്ങൾ സംസാരിച്ചിരിക്കുന്നു പറഞ്ഞിട്ട് അച്ഛൻ അവിടെ നിന്ന് പോകും. അച്ഛൻ വന്നില്ല അല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വേദ പറയും, എനിക്കറിയായിരുന്നു അച്ഛൻ വരില്ല എന്ന്. അതല്ല മോളെ, അച്ഛൻ വരാൻ ഒരുങ്ങിയതാണ്, പക്ഷേ ശ്രീകാന്ത് തെറ്റിദ്ധരിപ്പിച്ചു എന്ന് പറയാം കേട്ടോ. ശ്രീകാന്ത് പറഞ്ഞു, ഈ വിവാഹത്തിന് വിക്രത്തിന് സമ്മതമല്ല, എല്ലാവരും മുന്നിൽ വെച്ചിട്ട് നിന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അച്ഛൻ എല്ലാവരും മുന്നിൽ നാണം കെടും, അതുകൊണ്ടാണ് അച്ഛനെ ശ്രീകാന്ത് പറഞ്ഞയക്കാഞ്ഞത്. സാരില്ല, ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ ശേഷം അച്ഛൻ വരും. എന്തിന്, ഈ ചടങ്ങ് കഴിഞ്ഞെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടോ എന്ന് ചോദിക്കാൻ കേട്ടോ വേദ. എന്തായാലും ഒരു കാര്യം ഉറപ്പായി, കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല, ദൈവം എന്ത് തീരുമാനിക്കുന്നു അതുപോലെ നടക്കും. അപ്പോൾ മോൾക്ക് ഈ വിവാഹത്തിന് ഉറപ്പില്ലേ? ശ്രീകാന്തായിട്ട് ചിലപ്പോൾ കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടതായിരിക്കും എന്ന് പറയാണ് കേട്ടോ. അതെന്താ മോൾ അങ്ങനെ പറഞ്ഞത്? മോൾക്ക് തന്നെ ഈ വിവാഹത്തിൽ ഉറപ്പില്ലാത്തത് പോലെയാണല്ലോ. എന്തായാലും എനിക്കൊരു കാര്യം മാത്രം ഉറപ്പുണ്ട്, ഈ ജീവിതകാല അവസാനം വരെ എൻ്റെ കൂടെ ഉണ്ടാകുന്നത് വിക്രം മാത്രമായിരിക്കും.
മുത്തശ്ശിക്ക് ഒരുപാട് സന്തോഷമാവും കേട്ടോ അങ്ങനെ വേദ പറയുമ്പോൾ. മോൾക്ക് നല്ലത് മാത്രമേ വരൂ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി ഇങ്ങനെ അനുഗ്രഹിക്കുന്നുണ്ട്. അതിനുശേഷം മണ്ഡപത്തിലേക്ക് വിക്രവും വേദയും കൂടെ വരികയാണ് കേട്ടോ. അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട് ആ താലി ഊരി തായോ, അത് കഴിഞ്ഞിട്ട് ആ താലി ഊരി മാറ്റി പുതിയ മാല കോർത്തിട്ട് പൂജിച്ച് തരാമെന്ന് പറയും കേട്ടോ. അപ്പോൾ വേദ ഇങ്ങനെ പറയുന്നുണ്ട് ആദ്യം ബലമായി കെട്ടിയതല്ലേ, നല്ല ശ്രദ്ധയോടെ അനുസരണയോട് കൂടിയിട്ട് ആ താലി അങ്ങ് അഴിച്ചു മാറ്റിക്കൂ എന്ന് പറയുകയാണ്. അങ്ങനെ വിക്രം ആ താലി അഴിച്ചു മാറ്റിയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നന്ദിനി മനസ്സിലാക്കി ഇപ്പോൾ താലി എറിയായിരിക്കും. പക്ഷേ താലി വലിച്ചെറിയുന്നില്ല. ആ സമയത്ത് താലി അങ്ങനെ ഊരി കൊടുക്കുകയാണ്. അങ്ങനെ താലി പൂജിക്കുന്ന സമയത്ത് എല്ലാവരും തൊഴുത് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. വിക്രവരൊക്കെ അങ്ങനെ മാറി മാറി നോക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ശ്രീനിവാസൻ സാറിനെയാണ് കേട്ടോ. ശ്രീനിവാസൻ സാറിന് പുളിക്കൻ ചായ കൊണ്ടു കൊടുക്കണം. താനെന്തോടെ വിക്രത്തിൻ്റെ കല്യാണത്തിന് പോകാഞ്ഞത്, സാറ് ഇവിടെ ഒറ്റയ്ക്കല്ലേ, അതുകൊണ്ടാണ് ഞാൻ പോകാഞ്ഞത്, ബാക്കിയുള്ളവരൊക്കെ അവിടെ ഉണ്ട് എന്ന് പറയും. അപ്പോൾ ഇപ്പോൾ തൻ്റെ അഭിപ്രായത്തിൽ എന്താ, ശരിക്കും വിക്രമിനെ ആ പെൺകുട്ടീനെ ഇഷ്ടമാണെന്ന് തന്നെയാണോ എന്ന് ചോദിക്കാം കേട്ടോ. അങ്ങനെയാണ് രാജേട്ടൻ പറഞ്ഞത്. ആ പെൺകുട്ടീനെ വിക്രത്തിന് നല്ല ഇഷ്ടമാണ്. പക്ഷേ ആ കുട്ടി വിക്രമിൻ്റെ കൂടി ജീവിതം നശിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അവൻ അതിൽ നിന്ന് പിന്മാറാൻ പോകുന്നത്. അപ്പോൾ ശ്രീനിവാസ സാറ് പറയാണ്, അതെ ഇനിയിപ്പോൾ ഇനി എന്തെങ്കിലും പ്രശ്നം അവന് നേരെ ഉണ്ടാവുമോ, ഇപ്പോൾ ശങ്കരനാരായണൻ വന്നിട്ടില്ല എന്നല്ലേ പറഞ്ഞത്, അപ്പോൾ അയാൾക്കും ഈ കല്യാണത്തിന് എതിർപ്പുണ്ട് എന്നുള്ള കാര്യം മനസ്സിലായി. ചിലപ്പോൾ ശ്രീകാന്ത് അങ്ങനെ ചെയ്തത് ഇയാളെ അഭിപ്രായ പ്രകാരം ആയിരിക്കുമോ, എന്തായാലും അങ്ങനെ ഉണ്ടെങ്കിൽ അത് അയാൾ അറിയിക്കണം എന്ന് പറയുകയാണ്. അങ്ങനെ ശങ്കരനാരായണൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് കേട്ടോ ശ്രീനിവാസൻ. എന്നിട്ട് പറയാണ്, അതെ നിങ്ങളെപ്പോലുള്ള ഒരാളെ ഫോണിൽ വിളിച്ചിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അതിനുണ്ടാകുന്ന കോൺസിക്വൻസൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ എങ്കിൽ പറയാതെ വയ്യ, 2 കാര്യം പറയാനാണെന്ന് വിളിച്ചത്. ഒന്ന് അഭിനന്ദിക്കാൻ, നിങ്ങളുടെ മോളുടെ വിവാഹമല്ലേ, അപ്പോൾ അഭിനന്ദനങ്ങൾ എന്ന് പറയും. രണ്ടാമത്തത് എൻ്റെ ചെറുക്കനെ ഇനിയെങ്കിലും വെറുതെ വിടണം, അവൻ ഈ വേറെ വിവാഹം കഴിച്ചെന്ന് വിചാരിച്ചിട്ട് ഇനിയും കൊലക്കത്തിയുമായിട്ട് മകനെ പിന്നെ കൂടെ അയക്കരുതെന്ന് പറയും കേട്ടോ. അപ്പോൾ ശങ്കരനാരായണൻ എന്താണോ താൻ പറഞ്ഞത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ്, സത്യമല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മകനോട് ചോദിക്കും, മകൻ പറഞ്ഞു തരും അമ്മായിച്ചിനായിട്ട് 2 ദിവസം മുമ്പ് വിക്രത്തിനെ കൊല്ലാൻ ശ്രമിച്ചത് എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ശങ്കരനാരായണനാണെങ്കിൽ ഇത് കേട്ട് ആകെ ഞെട്ടിത്തരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ചെല്ലി മകനോട് ചോദിക്കും, മകൻ തന്നെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരും. ശരി എന്നാൽ ഞാൻ ഫോൺ വയ്ക്കാമെന്ന് പറഞ്ഞിട്ട് ശ്രീനിവാസ സാറ് ഫോൺ വയ്ക്കുകയാണ്. ശങ്കരനാരായണൻ വെച്ചാൽ ഈ ഒരു വാർത്ത കേട്ട് ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് കേട്ടോ. ഒരു നിമിഷം ആളും മിണ്ടാതെ കുറച്ച് സമയം നിൽക്കും. അതിന് ശേഷം ശ്രീകാന്തേ എന്ന് ഉറക്കാൻ അങ്ങോട്ട് വിളിക്കുകയാണ്. എന്നിട്ട് ദേഷ്യത്തോട് കൂടിയിട്ട് ആ ഫോൺ അവിടെ വെച്ചിട്ട് ഇങ്ങനെ താഴത്തേക്ക് ഓടിപ്പോവുകയാണ്. അപ്പോൾ സ്റ്റെയർ കേസ് ഇങ്ങനെ ഇറങ്ങി വരികയാണ് കേട്ടോ. ദേഷ്യത്തോട് കൂടിയിട്ടാണ് ഇറങ്ങി വരുന്നത്. ആ ഒരു ടെൻഷനിൽ പെട്ടെന്ന് തന്നെ കാല് തെറ്റാണ് കേട്ടോ. കാല് തെറ്റി ഇങ്ങനെ അടിയിലേക്ക് കുത്തായിട്ട് ഇങ്ങനെ വീഴാണ്, താഴത്തേക്ക് മറിഞ്ഞ് വീഴുന്നുണ്ട്. ഒച്ച കേട്ട് ശ്രീകാന്ത് ഓടി വരികയാണ് കേട്ടോ. ശ്രീകാന്ത് ഓടി വരുമ്പോൾ വീണ് കിടക്കുകയാണ് ശങ്കരനാരായണൻ. അപ്പോൾ അച്ഛാ എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് ഓടി വന്നിങ്ങോട്ട് അച്ഛനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് മടിയിൽ കെടുത്തുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒരുപാട് വിളിച്ചു നോക്കിയെങ്കിലും മിണ്ടുന്നില്ല. പിന്നീട് കാണിക്കുന്നത് പുതിയ മാലയിൽ താലി കോർത്ത് കമലാമ്മയുടെ കയ്യിൽ കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് വിക്രത്തിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് കെട്ടാൻ പറയാൻ കേട്ടോ. അപ്പോൾ വിക്രത്തിൻ്റെ കയ്യിൽ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു തട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ്. എടുക്ക് മോനെ മാല ചാർത്ത് എന്ന് വിക്രത്തിനോട് പറയുകയാണ്. പക്ഷേ വിക്രമാണെന്നുണ്ടെങ്കിൽ അനങ്ങാതെ നിൽക്കുകയാണ് കേട്ടോ. ഈ സമയത്താണ് ദീപ്തിക്ക് ഒരു കോള് വരുന്നത്. കോള് വരുമ്പോൾ മാറി അങ്ങോട്ട് നിൽക്കുകയാണ് കേട്ടോ ദീപ്തി ഫ്രണ്ടിലേക്ക്. അപ്പോൾ കമലാമ്മയാണെന്നുണ്ടെങ്കിൽ വിക്രത്തിനോട് പറയും, മോനെ മാല എടുക്കടാ, ആൾക്കാരൊക്കെ നോക്കുന്നു എന്ന് പറയട്ടോ. മാല എടുത്ത് കെട്ടാനല്ല പോകുന്നത്, ഈ നാടകം അവസാനിപ്പിക്കാനാണ് ഞാൻ പോകുന്നതെന്ന് കമലാമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് പറയാണ്ട്. ഇത് കേട്ട് വേദം ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. ഈ സമയത്ത് ദീപ്തിയാണെന്നുണ്ടെങ്കിൽ ഹലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് ദീപ്തി അച്ഛാ എന്ന് പറഞ്ഞിട്ട് ഉറക്കനെ അങ്ങോട്ട് കരയാണ്. എന്തായാലും നാളത്തെ എപ്പിസോഡിൽ വിക്രം താലി വലിച്ചെറിയുന്ന സമയത്ത് വേദന കഴുത്തി തന്നെ വന്ന് വീഴുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.